ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി സ്റ്റഡി വിത്ത് മീ സെഷൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറ്റത്തിലെ ഇലക്ട്രോണിക് വിന്യാസത്തെ പറ്റിയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയാണ്. അപ്പോൾ ഓർബിറ്റ് ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോൺ കാണപ്പെടുന്നത് ഓർബിറ്റിലാണ്. ഇനി 1, 2, 3 എന്നീ നമ്പറിലാണ് ഊർജ്ജ നിലകൾ നമ്മൾ യഥാക്രമം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഷെല്ലുകൾ എങ്ങനെ വരും? ഒന്നാമത്തെ ഓർബിറ്റ് കെ ഷെല്ല്, 2 എൽ, 3 എം, 4 എൻ എന്ന് വരും. ഇനി ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത് സർട്ടൻ ലോസ് അനുസരിച്ചാണ്, ചില നിയമങ്ങൾ അനുസരിച്ചാണ്. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എനി ഓർബിറ്റ് ഈസ് 2n². ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പർ. അപ്പോൾ ആ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് ഇരിക്കണം ഓരോ ഷെല്ലിലും എന്നുള്ളത് നമ്മൾ 2n² വെച്ച് കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓർബിറ്റ് 1 ആണെങ്കിൽ കെ ഷെല്ലാന്ന് നമുക്കറിയാം. അതിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം 2 × 1². അപ്പോൾ 2 ഇലക്ട്രോൺസ് ആദ്യത്തെ ഓർബിറ്റായ കെ ഷെല്ലിൽ ഇരിക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ഓർബിറ്റിൽ ആയ എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസേ ഇരിക്കത്തുള്ളൂ. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസേ ഇരിക്കത്തുള്ളൂ. ഈ നാലാമത്തെ ഷെല്ലായ എന്നിൽ മാക്സിമം 32 ഇലക്ട്രോൺസേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 2n² എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ അനുസരിച്ചാണ് ഓരോ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം പരമാവധി എത്ര ഉൾക്കൊള്ളാമെന്ന് കണ്ടുപിടിക്കുന്നത്. അതാണ് നമ്മൾ ആദ്യത്തെ നിയമം അനുസരിക്കേണ്ടത്. ഓരോ ഷെല്ലിലും അതിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസ് മാത്രമേ നമ്മൾ ഓർബിറ്റിലിൽ വെക്കാൻ പാടുള്ളൂ. 2. നോർമലി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഹയർ എനർജി ഓർബിറ്റ്സ് വിൽ ടേക്ക് പ്ലേസ് ഒൺലി ആഫ്റ്റർ ദി ലോവർ എനർജി ഓർബിറ്റ്സ് ആർ ഫിൽഡ്. പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലകളുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തുള്ള ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ആദ്യം കെ ഷെല്ല് നിറച്ചിട്ട് വേണം നമ്മൾ ബാക്കി ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എൽ ഷെല്ലിൽ കൊടുക്കാൻ, എന്നിട്ട് വേണം നമ്മൾ എം ഷെല്ലിലേക്ക് നിറയ്ക്കാൻ. അല്ല നേരെ കൊണ്ടുപോയി എം ഷെല്ല് അങ്ങനെയല്ല നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ആദ്യം കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും? 2 ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ ഫില്ല് ചെയ്തിട്ട് വേണം എൽ ഷെല്ലിലേക്ക് പോകാൻ, തുടർച്ചയായിട്ട് പിന്നെ അങ്ങോട്ട് പോകുവാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആദ്യം ലോവർ എനർജി ലെവൽ ഫില്ല് ചെയ്ത് വേണം നമ്മൾ ഹയർ എനർജി ഓർബിറ്റിലേക്ക്, ഉയർന്ന ഊർജ്ജമുള്ള ഓർബിറ്റിലേക്ക് പോകുവാൻ. 3. ദി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് 8. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. ഏതൊരു ആറ്റത്തിൻ്റെയും ബാഹ്യ ഓർബിറ്റിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എപ്പോഴും 8 തന്നെയായിരിക്കും. അപ്പോൾ ഇലക്ട്രോൺസിനെ ഓരോ ഓർബിറ്റിലും ഈ ലോസ് അനുസരിച്ച് ഫില്ല് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 1 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം കെ ഷെല്ലിൽ നിറയാനുള്ള ഇലക്ട്രോണേ ഉള്ളൂ, കെയിൽ 1 ഇലക്ട്രോൺ. ഹീലിയം എന്ന് പറയുന്നതും അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോൾ കെ ഷെല്ലിൽ നിറയാനുള്ള ഇലക്ട്രോൺസേ ഉള്ളൂ. മാക്സിമം കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസേ നിറയത്തുള്ളൂ. അപ്പോൾ 2 കെ ഷെല്ലിൽ. ഇനി ലിഥിയം എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 3 ആണ് ലിഥിയത്തിൻ്റെ കേസ്. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോഴത്തേക്ക് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അത്രയും മാക്സിമം അത്രയും ഉൾക്കൊള്ളത്തുള്ളൂ. ഇനി 1 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്, അത് നമ്മൾ അടുത്ത ഷെല്ലിൽ എൽ ഷെല്ലിൽ ഇരുത്തുന്നു. ഇങ്ങനെ വേണം കോൺഫിഗറേഷൻ. ഓരോ ഷെല്ല് നിറച്ച് വേണം നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോകുവാൻ. നമുക്കിനി നിയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നത് നോക്കാം. നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 10 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഇതിൽ നിന്ന് എഴുതാം? പ്രോട്ടോണിൻ്റെ എണ്ണം എഴുതാം. പ്രോട്ടോണിൻ്റെ എണ്ണം അപ്പോൾ 10 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണവും 10 ആണ്. അപ്പോൾ കോൺഫിഗറേഷനും നമുക്ക് ഈ ഇൻഫോർമേഷൻ എഴുതാമല്ലോ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. ഫില്ലായില്ലേ? 10 ഇലക്ട്രോൺസും നമ്മൾ ഫില്ലാക്കിയല്ലോ. കെ ഷെല്ലിലും എൽ ഷെല്ലിലുമായിട്ട് നമ്മൾ 10 ഇലക്ട്രോൺസിനെ ഇരുത്തി. ഇനി അടുത്തത് നമുക്ക് മാഗ്നീഷ്യം നോക്കാം. മാഗ്നീഷ്യം എന്ന് പറയുന്നത് 12 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ അതിനകത്ത് പ്രോട്ടോണുകളുടെ എണ്ണവും 12 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണവും 12 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. അതുകൊണ്ട് തീരുന്നുണ്ടോ? ഇല്ല, 12 ആണ്. ഇവിടെ 10 ആയതേ ഉള്ളൂ. ഇനി 2 ഇലക്ട്രോൺസ് ആണ്, അത് എം ഷെല്ലിൽ 2, 8, 2 ഇങ്ങനെ വരും മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ.
ഇനി ആർഗൺ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 18 അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണവും 18 പ്രോട്ടോണുകളുടെ എണ്ണവും 18 അപ്പോൾ ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോഴത്തേക്ക് എങ്ങനെ വരും 2 8 കെ ഷെല്ല് നിറഞ്ഞു എൽ ഷെല്ല് നിറഞ്ഞു ഇനി 8 ഇലക്ട്രോൺസ് ഉണ്ട് അത് നമ്മൾ എം ഷെല്ലിൽ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ആർഗൻ്റെ ഇലക്ട്രോണിക് വിന്യാസം വരുന്നത് നമുക്ക് ആർഗൻ്റെ ഇലക്ട്രോണിക് വിന്യാസം വരെ എഴുതാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കെ ഷെല്ല് നിറയ്ക്കണം അവിടെ 2 ഇലക്ട്രോൺസേ മാക്സിമം പറ്റത്തുള്ളൂ ഇനി എൽ ഷെല്ല് 8 ഇലക്ട്രോൺസ് വരെ പറ്റത്തുള്ളൂ എൽ ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇലക്ട്രോൺസ് നമ്മൾ എം ഷെല്ലിൽ ഇരുത്തണം അങ്ങനെ വേണം ലോവർ എനർജി ലെവൽസ് കുറഞ്ഞ ഊർജ്ജമുള്ള നിലകൾ നിറച്ച് വേണം നമ്മൾ ഹയർ എനർജി നിലകളിലേക്ക് ഓർബിറ്റിലേക്ക് പോകുവാൻ നമുക്കിനി ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം നോക്കാം ക്ലോറിൻ 1735 തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും അറ്റോമിക് നമ്പർ മാസ് നമ്പർ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ 17 അറ്റോമിക് നമ്പറാണ് ഇസഡ് എ മാസ് നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 35 ഇനി പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ അറ്റോമിക് നമ്പറിന് ഈക്വലാണ് 17 ഇലക്ട്രോണും അറ്റോമിക് നമ്പറിന് ഈക്വലാണ് അപ്പോൾ അതും 17 ന്യൂട്രോണിൻ്റെ എണ്ണം എ മൈനസ് ഇസഡ് മാസ് നമ്പർ മൈനസ് ഇസഡ് ആണ് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അപ്പോൾ 35 മൈനസ് 17 എന്ന് വരും 35 മൈനസ് 17 അങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് 18 എന്ന് കിട്ടും ഈക്വൽ 18 ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാമല്ലോ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അറിയാം അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോണിക് വിന്യാസം വരുമ്പോഴത്തേക്ക് 2 8 8 18 ഇലക്ട്രോൺസും ആയി 2 8 8 ഇതാണ് ഈ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം എന്ന് വരുന്നത് ഇനി നമുക്ക് ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരയ്ക്കാം ആദ്യം ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയാണ് പ്രോട്ടോണും ന്യൂട്രോണും ആണ് അപ്പോൾ പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണമാണ് എഴുതേണ്ടത് 17p 18n ഇങ്ങനെ തന്നെ എഴുതണം 17p 18n ഇനി നമുക്ക് ആദ്യത്തെ ഓർബിറ്റ് വരയ്ക്കാം ആദ്യത്തെ ഓർബിറ്റ് വരച്ചു അതിൽ എത്ര ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺസ് ആദ്യത്തെ ഓർബിറ്റായ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഇനി അടുത്ത ഓർബിറ്റ് വരയ്ക്കുന്നു അതിൽ 8 ഇലക്ട്രോൺസ് 1 2 3 4 5 6 7 8 അപ്പോൾ നമ്മൾ എൽ ഷെല്ലും നിറച്ചു ഇനിയുണ്ട് 8 ഇലക്ട്രോൺസ് അത് എവിടെ എത്തുന്നുണ്ട് എം ഷെല്ലിൽ 1 2 3 4 5 6 7 8 അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിന്യാസം വരയ്ക്കുന്നത് ഇനി നമുക്കൊരു ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ട് ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം തന്നിട്ട് അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാൻ പറ്റും ഇസഡ് എഴുതാൻ പറ്റും അല്ലേ ഇസഡ് എന്ന് പറയുന്നത് 10 കാരണം ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര ആണ് 10 അപ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണല്ലോ അപ്പോൾ 10 തന്നെയാണ് പ്രോട്ടോണിൻ്റെ എണ്ണം അപ്പോൾ അറ്റോമിക് നമ്പർ 10 ഇനി ഇലക്ട്രോണിൻ്റെ എണ്ണം അറ്റോമിക് നമ്പറിന് ഈക്വൽ ആണ് അപ്പോൾ അത് എത്ര ആണ് വരുന്നത് അതും 10 വരുന്നത് അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 10 അപ്പോൾ ഈ 3 ഇൻഫോർമേഷൻ പ്രോട്ടോണിൻ്റെ എണ്ണം 10 നമുക്ക് തന്നിട്ടുള്ളായിരുന്നു നമ്മൾ അതിൽ നിന്ന് ഇസഡ് അറ്റോമിക് നമ്പർ 10 കണ്ടുപിടിച്ചു അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും 10 ഇവിടെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് മാസ് നമ്പർ അറിയത്തില്ല മാസ് നമ്പർ കണ്ടുപിടിക്കാമല്ലോ എങ്ങനെയാണ് എ എന്ന് പറയുന്നത് n + p പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം n + p അപ്പോൾ ന്യൂട്രോണിൻ്റെ എണ്ണം ഇവിടെ എത്ര ആണ് 10 പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണം 10 അപ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ എ എന്ന് പറയുന്നത് 20
ഇനി ഇലക്ട്രോണിക് വിന്യാസം എഴുതാലോ. നമുക്ക് ഈ ഓർബിറ്റ് നോക്കി തന്നെ ഇലക്ട്രോണിക് വിന്യാസം എഴുതാം. അല്ലെങ്കിൽ ഈ ഇലക്ട്രോൺസിൻ്റെ എണ്ണം 10 അറിയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വരുന്നത്? 2, 8. അപ്പോൾ ഇത്രയും ഇൻഫോർമേഷൻ നമുക്കൊരു ഓർബിറ്റ് ഇലക്ട്രോണിക് വിന്യാസം, ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാൽ എഴുതാൻ സാധിക്കും. ഐസോടോപ്പുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ, ആ എലമെൻറ്റിൻ്റെ മൂലകത്തിൻ്റെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് നമ്പർ മാത്രമേ വ്യത്യാസം കാണുകയുള്ളൂ, അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പുകളെ പറ്റി പഠിക്കാനുണ്ട്. പ്രോട്ടിയം H11, ഡ്യൂറ്റീരിയം H12, ട്രീഷ്യം H13 ആണ്. അപ്പോൾ 3 ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് H11, H12, H13. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രീഷ്യം. ഇനി പ്രോട്ടിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 0. 1 - 1 0. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പർ 1 ആണ്. മാസ് നമ്പർ 1 ആണ്. ഇനി ഡ്യൂറ്റീരിയം എന്ന് പറയുമ്പോൾ ഡ്യൂറ്റീരിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. അതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം 2 - 1 1 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ 2 ആണ് ഡ്യൂറ്റീരിയത്തിൽ. ട്രീഷ്യം എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം 1 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം 3 - 1 2 ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അറ്റോമിക് നമ്പറും 1 ആണ്. മാസ് നമ്പർ 3 ആണ്. ഇവിടെ മാസ് നമ്പറാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. സിമ്പലും അറ്റോമിക് നമ്പറും സെയിം ആണ്. സിമ്പലും സെയിം ആണ്, അറ്റോമിക് നമ്പർ സെയിം ആണ്. അതുപോലെ തന്നെ മാസ് നമ്പർ വ്യത്യസ്തമായി വരുവാണെങ്കിൽ, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. ന്യൂട്രോൺ ഇല്ലാത്തത് ഏതിനാണ്? ഹൈഡ്രജൻ്റെ ഏത് ഐസോടോപ്പിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയത്തിനാണ് ന്യൂട്രോൺ ഇല്ലാത്തത്, H11. അപ്പോൾ ഐസോടോപ്പ് ആർ ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ദി സെയിം എലമെൻറ്റ് ഹാവിങ് ദി സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പ്. ഒരേ മൂലകത്തിൻ്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ആരെന്ന് പറയുന്നത്? ഐസോടോപ്പുകൾ. അവയിൽ വ്യത്യസ്തമായിരിക്കുന്നത് മാസ് നമ്പർ മാത്രമായിരിക്കും. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിലുള്ള ആൾ വ്യത്യസ്തമായിരിക്കും. ഓർത്തോളുക, ടോപ്പിലുള്ള ആൾ മാത്രം വ്യത്യസ്തമായിരിക്കുന്ന കേസാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച ഡ്യൂറ്റീരിയത്തിൻ്റെ ഒരു ഓക്സൈഡാണ് ഖനജലം. ഹെവി വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഈ ഖനജലം ഹെവി വാട്ടർ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നതാണ് ഈ ഹെവി വാട്ടർ. ഡ്യൂറ്റീരിയത്തിൻ്റെ ഓക്സൈഡാണ് ഹെവി വാട്ടർ ഖനജലം എന്ന് പറയുന്നത്. ഡ്യൂറ്റീരിയം ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പാണ്, H12 ആണ്. കാർബണിന് 3 ഐസോടോപ്പുകളാണ് പ്രകൃതിദത്തമായ, നാച്ചുറലായിട്ട് കാർബണിന് 3 ഐസോടോപ്പുകളാണുള്ളത്. C12, C13 ആൻഡ് C14. ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയതുള്ളതും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ മോസ്റ്റ് അബഡൻ്റ് ആയിട്ടുള്ള ഐസോടോപ്പ് C12 ആണ്. ഇവിടെ എല്ലാം അറ്റോമിക് നമ്പർ 6 ആണ്. ഈ 3 കേസിലും അറ്റോമിക് നമ്പർ 6 ആണ്. പക്ഷെ മാസ് നമ്പറാണ് ഈ കാർബണിൻ്റെ കേസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ളവരെയാണല്ലോ നമ്മൾ ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. കാർബൺ 13ൻ്റെ എമൗണ്ട് ബാക്കി ഐസോടോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ആകെ 1.1% മാത്രമേ ഉള്ളൂ. കാർബണിൻ്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ്. C13 എന്ന് പറയുന്ന ഐസോടോപ്പ് സസ്യങ്ങളിലും ജന്തുക്കളിലും പ്ലാന്റ്സിലും ആനിമൽസിലും അവയുടെ മെറ്റബോളിക് പ്രോസസ്സ്, അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് പഠനം നടത്തുന്നതാണ് C13 ഐസോടോപ്പ് ഉപയോഗിച്ച്. സ്റ്റഡി ദി മെറ്റാബോളിക് പ്രോസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് C13 എന്ന് പറയുന്നത്. ഇനി C14 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. അപ്പോൾ കാർബണിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് എന്ന് പറയുന്നത് C14 ആണ്. ഓർത്തോണം, C14 ആണ് റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ്. ഇനി C12 എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ മോസ്റ്റ് അബഡൻ്റ് ഐസോടോപ്പാണ്. ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോടോപ്പാണ് C12. C14 ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാന്ന് പറഞ്ഞു. ഇത് ഏജ് ഓഫ് ഫോസിലുകളുടെ ഏജ്, കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ്, ഡിറ്റർമൈൻ ചെയ്യാനാണ് C14 ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് താഴെ വേറെ കുറച്ച് ഐസോടോപ്പുകളും അവരുടെ ഉപയോഗവും തന്നിട്ടുണ്ട്. അയോഡിൻ 131, അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. ടു സ്റ്റഡി ദി ഫങ്ഷൻ ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് ഇൻ ട്രീറ്റ്മെൻറ്റ്.
ആൻഡ് ഇൻ ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ്. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ എന്തെങ്കിലും ഫങ്ഷനിങ്ങിനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ സ്റ്റഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആരാണ്? അയോഡിൻ 131. ഓർത്തോണം, അയോഡിൻ 131 തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ കേസ് ഓർത്തോണം. അയോഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾക്കും പഠനത്തിനും ചികിത്സയ്ക്കും ട്രീറ്റ്മെൻറ്റിനും ഫങ്ഷൻ്റെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയാണ് അയോഡിൻ 131 ഉപയോഗിക്കുന്നത്. ഇനി യുറേനിയം 235 ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. ഖനജലവും ഹെവി വാട്ടറും ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ യുറേനിയം 235ഉം ആണവ നിലയങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയം 235. ഇനി കൊബാൾട്ട് 60 ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക്, ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് കൊബാൾട്ട് 60 ക്യാൻസർ സി. ഇപ്പോൾ ഓർത്തോളുക, കൊബാൾട്ട് 60 ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഇനി സോഡിയം 24 എന്ന് പറയുന്നത് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ, ടു ഡിറ്റക്ട് ദി ലീക്കേജ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ്. വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച, ലീക്കേജ് കണ്ടുപിടിക്കാനാണ് സോഡിയം 24. ഇനി അവസാനത്തെ അയൺ കുറഞ്ഞാൽ അനീമിയ, തളർച്ചയൊക്കെ ഉണ്ടാവുമെന്ന് പറയത്തില്ലേ, അനീമിയ നിർണ്ണയിക്കൽ, ടു ഡയഗ്നോസ് അനീമിയ. അയൺ 59 ഉണ്ട് അനീമിയ നിർണ്ണയിക്കാൻ, ടു ഡയഗ്നോസ് അനീമിയ. അവസാനമായി ഐസോബാറുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഐസോബാർ എന്ന് പറയുന്നത് പല ആറ്റങ്ങളിൽ അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ സെയിം മാസ് നമ്പർ ആയിരിക്കും. ഐസോബാർ എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ആയിരിക്കും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഐസോബാർ എന്ന് പറയുമ്പോൾ പല ആറ്റങ്ങളായിരിക്കും, പക്ഷേ അവരുടെ മാസ് നമ്പർ സെയിം ആയിരിക്കും. മാസ് നമ്പർ ഒരുപോലെ ഇരിക്കുന്നവയാണ് ഐസോബാറുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളോട് എടുത്തെഴുതാൻ പറഞ്ഞാൽ ഒരേ മാസ് നമ്പർ ഉള്ളവരെ വേണം എടുത്തെഴുതാൻ പറഞ്ഞാൽ. ഐസോടോപ്പുകളിൽ പറഞ്ഞാൽ ഒരേ എലമെൻറ്റിൻ്റെ ആറ്റങ്ങളായിരിക്കും, അവരുടെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആയിട്ടുള്ളവരെയാണ് ഐസോടോപ്പിൽ എഴുതേണ്ടത്. ഐസോബാറിൽ മാസ് നമ്പർ സെയിം ആയിട്ടുള്ളവരെയാണ് ഐസോബാറിൽ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, ആർഗൺ പ്രോട്ടോണിൻ്റെ എണ്ണം 18 ആണ്, ഇലക്ട്രോണിൻ്റെ എണ്ണം 18 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 22 ആണ്. ഇവിടെ 22 എന്ന് തന്നിട്ടുണ്ട്, 22 ആണ്, അല്ലെങ്കിൽ 40 - 18 22 ആണ്. അറ്റോമിക് നമ്പർ 18 ആണ്, മാസ് നമ്പർ 40 ആണ്. പൊട്ടാസ്യം 19 ആണ് പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം 19 ആണ്, ന്യൂട്രോണിൻ്റെ എണ്ണം 40 - 19 21 ആണ്, അറ്റോമിക് നമ്പർ 19 ആണ്, മാസ് നമ്പർ 40 ആണ്. കാൽഷ്യം പ്രോട്ടോണിൻ്റെ എണ്ണം 20, ഇലക്ട്രോണിൻ്റെ എണ്ണം 20, ന്യൂട്രോണിൻ്റെ എണ്ണം 40 - 20 ആണ് ന്യൂട്രോണിൻ്റെ എണ്ണം, അറ്റോമിക് നമ്പർ 20, മാസ് നമ്പർ 40. ഇവിടെ മാസ് നമ്പർ എല്ലാം സെയിം ആണ്, പക്ഷേ ഡിഫറെൻ്റ് ആറ്റംസ് ആണ്, വ്യത്യസ്ത ആറ്റംസ് ആണ്. അറ്റോമിക് നമ്പറും ഇവിടെ ഡിഫറെൻ്റ് ആണ്, അറ്റോമിക് നമ്പറും ഇവിടെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഐസോബാറുകൾ എന്ന് പറയുന്നത് ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിങ് സെയിം മാസ് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പേഴ്സ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഒരേ മാസ് നമ്പർ, ഐസോബാർ എന്ന് പറയുന്നത് ഒരേ മാസ് നമ്പർ, ഐസോടോപ്പ് എന്ന് പറയുന്നത് ഒരേ അറ്റോമിക് നമ്പർ. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്